നേപ്പാളിൽ നിന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വളരെ നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷമാണിപ്പോൾ നേപ്പാളിൽ. ചില ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഇവിടെ നേപ്പാളിലുണ്ട്. ചില ഗ്രാമങ്ങളിൽ കർത്താവ് അയച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പഴയ പാട്ടിൻ്റെ വരികൾ പറഞ്ഞ് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വചനവും കൂടി പറഞ്ഞ് നേപ്പാളിൽ നിന്ന് നിങ്ങളെ ബ്ലെസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ആ പഴയ പാട്ടിൻ്റെ വരി ഇങ്ങനെയാണ്: ദേശമാകെ ജ്വലിച്ചാളിടുവാൻ നിന്റെ ദാസരിൽ തീക്കനൽ വിതരണമേ, നാശലോകെ തീ കഷണങ്ങളായി ഞങ്ങൾ വീഷണം പരമസുവാർത്തകളെ. നാശലോകെ തീ കഷണങ്ങളായി അവർ വീഷണം പരമസുവാർത്തകളെ. ദേശമാകെ ജ്വലിച്ചാളിടുവാൻ നിൻ ദാസരിൽ തീക്കനൽ വിതരണം. നാശലോകെ തീ കഷണങ്ങളായി അവർ വീഷണം പരമ സുവാർത്തകളെ. തീയിടാൻ ഭൂമിയിൽ വന്ന പര അയ്യോ തിന്മ പെരുകുന്നു കാണണമേ. തീ കൊണ്ട് നിന്മക്കൾ ജ്വലിച്ചിടുവാൻ ആത്മതീയാൽ ഇന്ന് അഭിഷേകം ചെയ്യണമേ. തീ കൊണ്ടു നിന്മക്കൾ ജ്വലിച്ചിടുവാൻ ആത്മ തീയാൽ ഇന്ന് അഭിഷേകം ചെയ്യണമേ. ഈ പഴയ പാട്ട് എനിക്കറിയില്ല ആരാ എഴുതിയെന്ന്. വർഷങ്ങൾക്ക് മുമ്പുള്ള പാട്ട്. ഞങ്ങൾ പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്നവരാണ്. ചെറിയ പ്രായത്തിൽ ചർച്ചിൽ കുമരകം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ പാടി ദൈവത്തെ സ്തുതിക്കുന്ന പഴയ പാട്ട്. ഞങ്ങൾ കുഞ്ഞുനാളിൽ കേട്ട് വളർന്ന പാട്ടുകൾ. ആ വരികൾ അതിൻ്റെ അകത്ത് തീയെക്കുറിച്ച് പറയുന്നുണ്ട്. തീ കൊണ്ട് നിന്മക്കൾ ജ്വലിച്ചിടുവാൻ ആത്മതീയാൽ ഇന്ന് അഭിഷേകം ചെയ്യണമേ. വീടോട് വീടും വയലോട് വയലും ചേർക്കുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് പ്രവചനം ആരംഭിച്ച യെശയ്യാവ് 5 അധ്യായങ്ങളിലെ പ്രവചനം, സിമ്പിൾ ഗിഫ്റ്റ് ഓഫ് പ്രോഫസി. എന്നാൽ 6-ാം അധ്യായം വന്നപ്പോൾ 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്താരാധിക്കുന്ന സറാഫ്യന്മാർ, സറാഫുകൾ. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് കാണുന്ന യെശയ്യാ വളരെ പെട്ടെന്ന് കൊടിൽ കൊണ്ട് കനൽ എടുത്ത് ദൂതൻ വന്ന് യെശയ്യാവിൻ്റെ നാവിൽ തൊടുകയാണ്. തീ കൊണ്ട് കനൽ കൊണ്ട് ഒരു സ്പർശനം. ആ പാട്ടിൻ്റെ അകത്ത് കനലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്ന അർത്ഥവത്തായ ഒരു പാട്ട്, തീയുടെ പാട്ട്, അഭിഷേകത്തിൻ്റെ പാട്ട്. പ്രൈസ് ദി ലോർഡ്. അത് ആരെഴുതിയാലും ഒരു സലാം, ഒരു സല്യൂട്ട് കൊടുത്തേ പറ്റും. 5 അധ്യായത്തിലെ യെശയ്യാവിൻ്റെ പ്രവചനം പോലെയല്ല 7-ാം അധ്യായം മുതൽ. ഈ 5-നും 7-നും ഇടയിൽ 6-ാം അധ്യായത്തിലൊരു സ്പർശനം, തീ കൊണ്ടുള്ള സ്പർശനം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നേപ്പാളിലെ ബേൽഖുണ്ടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നുകൊണ്ട് ഒരു മെസ്സേജ്, ഷോർട്ട് മെസ്സേജ് ചെയ്തിരുന്നു. ഇന്ത്യയിലെ ഉപദ്രവങ്ങൾക്ക് തീയല്ലാതെ വേറെ പരിഹാരമില്ല. പ്രൈസ് ദി ലോർഡ്. അതുവരെയുള്ള പ്രവചനമല്ല അതിനുശേഷം യെശയ്യാവിൻ്റെ അസാധാരണങ്ങളാകുന്ന ചില പ്രവചനങ്ങൾ. ഒരിക്കലും സംഭവിക്കുവാൻ ഭൂമിയിൽ സാധ്യതയില്ലാത്ത ചില സംഭവങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് പ്രവചിച്ചു വിടണമെങ്കിൽ ആ നാവ് ആദ്യത്തെ 5 അധ്യായത്തിൻ്റെ നാവായിരിക്കരുത്. 6-ാം അധ്യായത്തിൽ തീ കൊണ്ടുള്ള സ്പർശനമുള്ള നാവിനെ പ്രവചിക്കാൻ പറ്റൂ. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അപ്പോൾ ഞാൻ എല്ലാ വേലക്കാരും ബ്ലസ് ചെയ്യുന്നു. നിങ്ങളുടെ നാവ് തീയുടെ നാവായി മാറണം. അഗ്നി നാവിൻ്റെ പ്രവചനം ഒരു സാധാരണ പ്രോഫസി അല്ല, സിമ്പിൾ ഗിഫ്റ്റ് ഓഫ് പ്രോഫസി അല്ല, അല്ല 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 അതിനേക്കാൾ അപ്പുറമായി പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമുള്ള നാവിൽ നിന്നൊരു പ്രവചനം. അത് ഈ കാലഘട്ടങ്ങൾക്ക് ആവശ്യമാണ്. പൈശാചിക അടിത്തറകൾ അവിടെ ഇളകും. അത് ചരിത്രത്താളുകളിൽ ആലേഖനം ചെയ്യത്തക്കവണ്ണം അസാധാരണമായ ദൈവപ്രവൃത്തി വിളിച്ചു വരുത്തുന്ന ഉണർവിൻ്റെ പ്രവചനമായിരിക്കും അത്. തീ കൊണ്ടുള്ള സ്പർശനം. ഇന്ത്യ മഹാരാജ്യത്ത് തീ വെളിപ്പെടാൻ പോകുകയാണ്. ആത്മാവിൻ്റെ ഫയർ, ആത്മാവിൻ്റെ തീയ് പരിശുദ്ധാത്മാവ് ചെയ്യും. നാശലോകെ തീ കഷണങ്ങളായി
അവർ വീശണം പരമ സുവാർത്തകളെ. ഈ ജനത്തെ വിടുവിക്കുവാൻ തീയല്ലാതെ വേറെ വഴിയില്ല. ആത്മാവിൻ്റെ തീയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇതൊരു പ്രഹസനമല്ല, ആരെയോ കാണിക്കാൻ വേണ്ടിയുള്ളതല്ല. ഇത് പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമാണ്. ദൈവം സ്പർശിക്കുന്നൊരു സമയത്തേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. എന്നെ കേൾക്കുന്ന ചിലരോടെങ്കിലും ഞാനൊന്ന് പ്രവചിക്കട്ടെ. ആത്മാവിൽ നിങ്ങൾ ദൈവസ്പർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടിരിക്കും. ഒരുപക്ഷെ വലിയ വലിയ കർത്തൃദാസന്മാർ, അഭിഷിക്തന്മാരൊക്കെ വരുമ്പോൾ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹം കാണുമല്ലേ? അല്ലെങ്കിൽ പവർഫുള്ളായ വർഷിപ്പ് ലീഡേഴ്സൊക്കെ വരുമ്പോൾ നിങ്ങളുടെ പിള്ളേരെ, നിങ്ങളുടെ മക്കളെ കൊണ്ടുപോയി ഒന്ന് കൈവെപ്പിക്കാം, അതൊരു ഇമ്പാർട്ടേഷന് വേണ്ടി ആഗ്രഹം കാണുമല്ലേ? പക്ഷെ ഒരുപക്ഷെ അവർ വലിയ സെക്യൂരിറ്റിയിൽ നിൽക്കുന്നത് കൊണ്ടല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് ചെല്ലുവാനുള്ള അനുവാദമില്ലാത്തത് കൊണ്ട് അത് സാധ്യമാകാതെ പോയി വേദനിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ. നിങ്ങളുടെ ബെഡ്റൂമിൽ, നിങ്ങളുടെ പ്രെയർ റൂമിൽ, സ്വപ്നത്തിലാണെങ്കിലും കർത്താവിന് നിങ്ങളെ തൊടാൻ കഴിയും. അവൻ്റെ സ്പർശനത്തിന് ഒന്നും ഒരു തടസ്സമല്ല. നിങ്ങൾ പറയുന്ന ഒരു കാര്യവും അതിന് തടസ്സമല്ല. കർത്താവിൻ്റെ അഗ്നി നിങ്ങളെ തൊടാൻ പോകുകയാണ്. നാളുകളായി പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ആത്മാവിലെ ആലോചന കൈമാറി. കർത്താവ് നിൻ്റെ വീട്ടിൽ വന്ന് നിന്നെ തൊടാൻ തയ്യാറാണ്. പൗലോസ് പറയുന്നു, ഞാൻ ദമസ്കോസിൽ നിന്ന് യെരൂശലേമിൽ വന്നപ്പോൾ അവിടെ പള്ളിയിൽ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആത്മാവിൻ്റെ ഒരു വിവശതയുണ്ടായി. ഞാൻ അവനെ കണ്ടു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ 2025 അവൻ നിങ്ങളെ കാണാൻ പോകുകയാണ്. ആത്മവിവശതയിലോ ഒരു വിസിറ്റേഷനിലോ ഒരു എൻകൗണ്ടറിലോ പരിശുദ്ധാത്മാവ് നിങ്ങളെ മാറ്റിയെടുക്കാൻ പോകുക. ഇതൊരു അട്ടിമറി ജയത്തിൻ്റെ സമയമാണ്. നിങ്ങളുടെ മിനിസ്ട്രി പവർഫുള്ളായിരിക്കും, നിങ്ങളുടെ മിഷൻ അസാധാരണമായിരിക്കും, നിങ്ങളുടെ വിഷൻ ഷാർപ്പായിരിക്കും, നിങ്ങളുടെ പ്രോഫസി അസാധാരണമായിരിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് നിങ്ങളെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. തീ കൊണ്ട് നിന്മക്കൾ ജ്വലിച്ചിടുവാൻ ആത്മതീയാൽ ഇന്ന് അഭിഷേകം ചെയ്യണമേ. നാശലോകെ തീ കഷണങ്ങളായി അവർ വീശണം പരമ സുവാർത്തകളെ. ഇന്ത്യയിൽ തീ കൊണ്ട് ഉത്തരമരളാൻ പോകുക കർത്താവ്. അഭിഷിക്തന്മാർ തീ പിടിക്കാൻ പോകുക. അങ്ങയുടെ ആത്മാവിൻ്റെ റിവൈവലിന് വേണ്ടി നേപ്പാളിൽ നിന്ന് ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. നിങ്ങളുടെ ഭവനം മുതൽ അത് തുടങ്ങട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ.